നമസ്കാരം. കോൺഗ്രസിലെ യുവമുഖമായ രാഹുൽ മാങ്കുട്ടത്തെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾക്ക് പിന്നാലെ ശക്തമായ പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ KPCC പ്രസിഡന്റും മുതിർന്ന നേതാവുമായ കെ സുധാകരൻ. രാഹുലിനെതിരെ ഉയർന്ന ആരോപണങ്ങളെക്കുറിച്ച് താൻ നേരിട്ട് അന്വേഷിച്ചിട്ടുണ്ടെന്നും രാഹുൽ പൂർണ്ണമായി നിരപരാധി ആണെന്നുമുള്ള ആത്മവിശ്വാസത്തിലാണ് താനെന്നുമാണ് സുധാകരൻ വ്യക്തമാക്കിയത്. കോൺഗ്രസ് രാഹുലിനെ ഒരിക്കലും അവിശ്വസിക്കുന്നില്ലെന്നും രാഹുലിനെ അപമാനിക്കുവാൻ CPM BJP കൂട്ടായ്മ നടത്തുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ മാത്രമാണ് ഈ വിവാദങ്ങൾക്ക് പിന്നിലെന്നുമാണ് സുധാകരൻ തുറന്നടിക്കുന്നത്. തനിക്ക് തന്നെ ആദ്യം ചില സംശയങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും രാഹുലുമായി നേരിട്ട് സംസാരിച്ചപ്പോഴാണ് അത് തെറ്റിദ്ധാരണകളാണെന്ന് മനസ്സിലായത്. ഇതോടെ രാഹുൽ വീണ്ടും സജീവമായി പാർട്ടിയിൽ തുടരണമെന്ന് തന്നെയാണ് സുധാകരന്റെ ഉറച്ച നിലപാട്. രാഹുൽ കോൺഗ്രസിൽ സജീവമായി രംഗത്തു വരണം. കോൺഗ്രസ് രാഹുലിനെ അവിശ്വസിക്കുന്നില്ലെന്നും സുധാകരൻ പറഞ്ഞു. വെറുതെ അദ്ദേഹത്തെ അപമാനിക്കുവാൻ വേണ്ടി CPMകാരും BJPക്കാരും നടത്തുന്ന ഒരു ശ്രമമാണ് ഇതിന് പിന്നിൽ. രാഹുൽ തീർത്തും നിരപരാധിയാണ്. രാഹുലിനെ രണ്ട് ചീത്ത പറയണമെന്ന് കരുതി ഇതു സംബന്ധിച്ച് അന്വേഷണം നടത്തി. പക്ഷേ മറുപടി കേട്ടപ്പോൾ തെറ്റുപറ്റിയത് തനിക്കാണെന്ന് തോന്നി. രാഹുലിനെ വിളിച്ച് സംസാരിച്ചു. രാഹുലിന്റെ പാർട്ടി കോൺഗ്രസ് ആണ്. കോൺഗ്രസ് രാഹുലിനെ അവിശ്വസിക്കുന്നില്ലെന്നും സുധാകരൻ പറയുന്നു. രാഹുൽ കഴിവും പ്രാപ്തിയുമുള്ള നേതാവാണെന്നും സുധാകരൻ പറയുന്നു. രാഹുലിനെ സജീവമായി രംഗത്തിറക്കണം. ജനമനസ്സിൽ സ്ഥാനമുള്ള നേതാവാണ് അദ്ദേഹം. ആളുകൾക്ക് ഒരുപാട് വിചാരങ്ങളും വികാരങ്ങളും പകർത്തി കൊടുക്കുവാൻ സാധിക്കുന്ന പ്രസംഗ വൈഭവമുള്ള കരുത്തനാണ്. രാഹുലിനെ പാർട്ടിക്ക് ആവശ്യമുണ്ട്. പാർട്ടിയിൽ നിലനിർത്തിക്കൊണ്ടു പോകണമെന്നാണ് തന്റെ വ്യക്തിപരമായ അഭിപ്രായമെന്നും സുധാകരൻ പറയുന്നു. രാഹുലിനൊപ്പം വേദി പങ്കിടുമെന്നും അദ്ദേഹം അറിയിച്ചു. എന്നാൽ ലൈംഗികാരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ചൊല്ലി കോൺഗ്രസിൽ കലഹം തുടരുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് വേദിയിൽ ഉണ്ടാകില്ലെന്ന് K മുരളീധരൻ പറയുന്നു. തന്നെ വിജയിപ്പിച്ചവർക്ക് വേണ്ടി രാഹുൽ പ്രചാരണം നടത്തുന്നുണ്ടാകുമെന്നും K മുരളീധരൻ അഭിപ്രായപ്പെട്ടു. രാഹുലിനെ ചൊല്ലി കോൺഗ്രസിൽ പല അഭിപ്രായങ്ങൾ രൂപപ്പെടുന്നതിനിടെയാണ് K മുരളീധരന്റെ പ്രതികരണം. എത്ര നെഗറ്റീവ് വന്നാലും അദ്ദേഹം പാർട്ടിക്ക് പുറത്താണ്. അദ്ദേഹത്തിന് വോട്ട് ചെയ്തവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ പ്രചാരണം നടത്തുവാൻ രാഹുലിന് സ്വാതന്ത്ര്യമുണ്ടല്ലോ. അത് ആ പ്രദേശത്തിന് ഗുണകരമാണോ ഇല്ലയോ എന്നത് ആ ഘടകങ്ങൾ തീരുമാനിക്കും. കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കുന്ന വേദിയിൽ അദ്ദേഹത്തിന് പ്രവേശനമില്ല. സ്ഥാനാർത്ഥിയോടുള്ള ഇഷ്ടം കാരണം പ്രചാരണം നടത്തുന്നവരുണ്ടാകുമല്ലോ. അങ്ങനെ കണ്ടാൽ മതിയെന്നും K മുരളീധരൻ പറയുന്നു. രാഹുൽ സസ്പെൻഡ് ചെയ്യപ്പെട്ടയാളാണെന്നും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ പാലക്കാട്ടെ നേതൃത്വം മറുപടി പറയട്ടെ എന്നുമാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞത്. രാഹുലിനെതിരെ കടുത്ത നടപടി വേണമെന്നാണ് മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയുടെയും പ്രതിപക്ഷ നേതാവ് VD സതീശന്റെയും ആവശ്യം. എന്നാൽ ആരോപണങ്ങളിൽ മൗനം പാലിക്കുന്ന നിലപാടായിരുന്നു KC വേണുഗോപാലും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും സ്വീകരിച്ചത്. യുവതിയെ ഗർഭം ധരിക്കുവാനും ഗർഭചിത്രം നടത്തുവാനും നിർബന്ധിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാട്സ്ആപ്പ് ചാറ്റും ശബ്ദ സന്ദേശവും കഴിഞ്ഞ ദിവസം പുറത്തു വന്നതോടെ കോൺഗ്രസിൽ അതൃപ്തി പുകയുകയാണ്. രാഹുലിന് പാർട്ടിക്കുള്ളിൽ സംരക്ഷണം നൽകുന്നതിനെ ചൊല്ലിയാണ് ഈ അതൃപ്തി. അതിനിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ പിന്തുണച്ചുകൊണ്ട് സുധാകരൻ രംഗത്തെത്തിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നാണം കെട്ടു നിൽക്കുന്ന CPM പിടിച്ചു നിൽക്കുവാൻ എല്ലാ വഴികളും തേടുകയാണ്. ക്ഷേമ പെൻഷൻ വർധനവ് അടക്കമുള്ള ജനപ്രിയ പ്രഖ്യാപനങ്ങൾ നടത്തി വോട്ടാക്കുവാനുള്ള ശ്രമമാണ് CPM നടത്തിയത്. എന്നാൽ A പത്മകുമാറിന്റെ അറസ്റ്റോടെ അതെല്ലാം പാളി. കോൺഗ്രസും BJPയും ശബരിമല മുൻനിർത്തി പ്രചാരണം നടത്തി. ക്ഷേമ പദ്ധതികൾ ചർച്ച ആകാതിരിക്കുവാൻ പ്രത്യേക ശ്രദ്ധയും പുലർത്തുന്നു. ഇതോടെയാണ് മറ്റു തന്ത്രങ്ങളിലേക്ക് CPM ചുവടുവെച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണം CPMന് നല്ലൊരു ആയുധമാണ്. പ്രത്യേകിച്ചും പെൺകുട്ടിയെ അബോർഷന് നിർബന്ധിക്കുന്നതും കൊല്ലുമെന്നുള്ള ഭീഷണിയുമെല്ലാം തന്റേതല്ലെന്ന് രാഹുൽ ഇതുവരെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിലെ ആരോപണങ്ങൾ എന്തും പുറത്തുവരുന്നത് കോൺഗ്രസിനെ പ്രതിരോധത്തിൽ ആക്കുമെന്നത് ഉറപ്പാണ്. സസ്പെൻഷനിൽ ആണെങ്കിലും പാലക്കാട്ടെ കോൺഗ്രസിന്റെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മാങ്കൂട്ടത്തിൽ സജീവമാണ്. പാർട്ടിയിലേക്ക് ഒരു റീ എൻട്രിക്ക് തന്നെയാണ് രാഹുലും ശ്രമിക്കുന്നത്. ഈ സമയത്താണ് വീണ്ടും രാഹുലിന്റെ ചാറ്റുകളും ഓഡിയോയും അടക്കം പുറത്തേക്ക് വന്നതും. ഇതിൽ പെൺകുട്ടിയെ ഗർഭിണിയാക്കുവാൻ നിർബന്ധിക്കുന്നതും അതിനുശേഷം അബോർഷനു വേണ്ടി വാശി പിടിക്കുന്നതുമൊക്കെയാണ് ഉള്ളത്. പതിവ് പോലെ ഇതും രാഹുൽ നിഷേധിച്ചിട്ടില്ല.
തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് ഈ നീക്കങ്ങളെല്ലാം കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നതാണ് എന്ന അഭിപ്രായവും ഉയർന്നു കഴിഞ്ഞു. രാഹുലിനെതിരെ പെൺകുട്ടി മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകും എന്നും കേൾക്കുന്നുണ്ട്. ഇതുവരെയും കൃത്യമായ ഒരു പരാതിയില്ലാത്തതാണ് രാഹുലിനും കോൺഗ്രസിനും ആശ്വാസം നൽകിയിരുന്നത്. പരാതി ലഭിക്കുകയാണെങ്കിൽ രാഹുലിന്റെ അറസ്റ്റിനും താമസമുണ്ടാകില്ല എന്നത് ഉറപ്പാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഗതി തിരിച്ചുവിടുവാനുള്ള ഒന്നായി CPM ഇതിനെ ഉപയോഗിക്കുകയും ചെയ്യും. ഇത്തരം ഒരു ആരോപണം ഉയർന്നപ്പോൾ തന്നെ നടപടിയെടുത്തുവെന്നതിലാണ് കോൺഗ്രസിന്റെ ആശ്വാസം. ആവർത്തിച്ച് ആരോപണം ഉയർന്നാലും അറസ്റ്റ് ഉണ്ടായാലും ഒരേ വിഷയത്തിൽ എത്ര തവണ നടപടിയെടുക്കാനാകുമെന്ന ന്യായീകരണം ശക്തമായി ഉയർത്തി നേരിടാം. കോൺഗ്രസുമായി ഇപ്പോൾ ഒരു ബന്ധവുമില്ലെന്ന് പറയുമെന്ന ആത്മവിശ്വാസവും കോൺഗ്രസിനുണ്ട്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുതിയ ആരോപണം വന്നതിന് പിന്നാലെ നടി സീമ ജി നായർ നടത്തിയ പ്രതികരണത്തിന് CPM നേതാവ് PP ദിവ്യ നൽകിയ മറുപടി വാർത്തയാകുമ്പോൾ തന്നെ വീണ്ടും പ്രതികരിച്ച് സീമ രംഗത്ത് വന്നിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പിന്തുണച്ച് മുൻപും രംഗത്ത് വന്ന വ്യക്തിയാണ് നടി സീമ ജി നായർ. പുതിയ സാഹചര്യത്തിൽ തന്റെ നിലപാട് ആവർത്തിക്കുകയായിരുന്നു അവർ. സൈബർ ആക്രമണം ശക്തമാണെന്നും തീക്കുട്ടി എന്ന മുഖമില്ലാത്ത വ്യക്തി സോഷ്യൽ മീഡിയയിൽ നടത്തിയ പ്രതികരണം അധിക്ഷേപകരമാണ് എന്നുമാണ് സീമ പറയുന്നത്. തന്റെ നിലപാടിൽ മാത്രമാണ് ഉറച്ചു നിൽക്കുന്നത്. തെറ്റു ചെയ്താൽ മാത്രമാണ് ശിക്ഷിക്കപ്പെടേണ്ടത്. ഒരു പുരുഷന് മാത്രമായി തെറ്റ് സംഭവിക്കില്ല. പേടിച്ച് മൂലയിൽ ഒളിക്കുമെന്ന ഒരു തീക്കുട്ടിയും കരുതേണ്ട എന്നായിരുന്നു സീമ ജി നായർ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കുറിച്ചത്. സീമ ജി നായരുടെയും അനുശ്രീയുടെയും ചിത്രങ്ങൾ പങ്കുവച്ചാണ് തൊട്ടു പിന്നാലെ PP ദിവ്യ പ്രതികരിച്ചത്. ഇന്ന് സ്മരിക്കേണ്ട സ്ത്രീ രത്നങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ദിവ്യയുടെ ഫേസ്ബുക്ക് കുറിപ്പ്. ഗോവിന്ദച്ചാമിമാരെ സൃഷ്ടിക്കുന്നതിൽ ഇതുപോലുള്ള ചിലരുടെ പിന്തുണ പ്രോത്സാഹനമാകുമെന്നും അവർക്ക് സീമ ജി നായരും അനുശ്രീമാരും സംരക്ഷണം ഒരുക്കുമെന്നുമാണ് ദിവ്യ കുറിച്ചത്. ഇതിനുള്ള മറുപടിയായി സീമ ജി നായർ വൈകാതെ തന്നെ രംഗത്തെത്തി. ദിവ്യയുടെ പ്രതികരണം വാർത്തയാക്കിയ മാധ്യമ സ്ഥാപനത്തിന്റെ സോഷ്യൽ കാർഡ് ഉൾപ്പെടുത്തിയാണ് അവരുടെ പ്രതികരണം വന്നത്. എല്ലാം തികഞ്ഞ ഒരു മാമാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് എന്ന പരിഹാസത്തോടെ തുടങ്ങിയ കുറിപ്പിൽ രത്ന കിരീടം ഞങ്ങൾക്ക് ചാർത്തി തരുന്നതിലും നല്ലത് സ്വന്തം തലയിൽ ചാർത്തുന്നതാണെന്നും സീമ ജി നായർ വ്യക്തമാക്കുന്നു. സീമ ജി നായരുടെ മറുപടി കുറിപ്പ് ഇങ്ങനെയാണ്. ഗുഡ് ആഫ്റ്റർനൂൺ. PP ദിവ്യ മാമിന്റെ പോസ്റ്റാണ്. എല്ലാം തികഞ്ഞ ഒരു മാമാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഈ അഭിപ്രായം ഞാൻ ശിരസ വഹിക്കുന്നതായി രേഖപ്പെടുത്തുന്നു. കേരളത്തിൽ വേറെ ഒരു വിഷയവുമില്ലല്ലോ. അതുകൊണ്ട് ദിവ്യ മാമിന് പ്രതികരിക്കാം. പിന്നെ രത്ന കിരീടം ഞങ്ങൾക്ക് ചാർത്തി തരുന്നതിലും നല്ലത് സ്വന്തം തലയിൽ ചാർത്തുന്നതാണ്. ആ കിരീടം താങ്ങുവാനുള്ള തലയൊന്നും എനിക്കില്ല. PP ദിവ്യയുടെ കുറിപ്പ് ഇങ്ങനെയായിരുന്നു. ഇന്ന് സ്മരിക്കേണ്ട സ്ത്രീരത്നങ്ങൾ. ഗോവിന്ദച്ചാമ്യമാരെ സൃഷ്ടിക്കുന്നതിൽ ഇതുപോലെയുള്ള ചിലരുടെ പിന്തുണയും ആലിംഗനവും പ്രോത്സാഹനമാകും. രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിന് പുറത്ത് കഴിയുന്ന ഗോവിന്ദച്ചാമിയാണ്. ജീവിതം തന്നെ പ്രതിസന്ധിയിലായ പകച്ചുപോയ ഒരു പെൺകുട്ടിയോടാണ് സഹോദരി നിങ്ങൾ ധൈര്യമായി പരാതി നൽകണം. കേരള ജനത കൂടെ ഉണ്ടാകും. ഇല്ലെങ്കിൽ ഈ കേരളത്തിലെ കോൺഗ്രസ് ഓഫീസുകൾ രാഹുൽ മാങ്കൂട്ടത്തിലെ പോലുള്ള ലൈംഗിക വൈകൃതമുള്ള മനോരോഗികളെ സൃഷ്ടിക്കും. നിയമസഭയിൽ അവർ ഞെളിഞ്ഞിരിക്കും. സീമ ജി നായരും അനുശ്രീമാരും സംരക്ഷണമൊരുക്കും. ഇരയോടാണ് നിങ്ങൾ ധൈര്യമായി ഇറങ്ങൂ. അമ്മയും പെങ്ങളെയും ഭാര്യയും തിരിച്ചറിയാൻ സാധിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട മനുഷ്യർ നിങ്ങൾക്കൊപ്പം ഉണ്ടാകും. ഈ സർക്കാരും. സീമ ജി നായർ രാവിലെ എഴുതിയ കുറിപ്പ് ഇങ്ങനെയാണ്. ശുഭദിനം. ഇന്നലെ ചില പ്രശ്നങ്ങൾ വീണ്ടും ഉടലെടുത്തിട്ടുണ്ട്. അതിന്റെ പേരിൽ സൈബർ അറ്റാക്കും തുടങ്ങിയിട്ടുണ്ട്. അതിൽ തീക്കുട്ടി എന്ന മുഖമില്ലാത്ത വ്യക്തിയിൽ നിന്നും ഏറ്റവും അധിക്ഷേപം ആക്ഷേപിച്ചുകൊണ്ട് എനിക്കെതിരെ പോസ്റ്റ് വന്നിട്ടുണ്ട്. തീക്കുട്ടി പറയുന്നത് എന്റെ സമയമായി എന്നാണ്. ദൈവം തമ്പുരാൻ തീക്കുട്ടിയുടെ രൂപത്തിൽ അവതരിച്ചു എന്നുള്ളത് അടിയൻ അറിഞ്ഞില്ല. പൊറുക്കണേ മുഖമില്ലാത്ത തമ്പുരാനെ. ഞാൻ രാഹുലിന് വേണ്ടി കഴിഞ്ഞ 3 മാസമായി PR വർക്ക് ചെയ്യുകയായിരുന്നുവെന്ന് പിന്നെ ആവശ്യത്തിൽ കൂടുതൽ എഴുതിയിട്ടുണ്ട്. അതിന്റെ താഴെ വന്ന ഈ പോസ്റ്റ് കാത്തിരുന്നതുപോലെ അധിക്ഷേപങ്ങൾ വളരെ കൂടുതലുണ്ട്. ഇനി ഞാൻ പറയട്ടെ, ഏത് തീക്കുട്ടി വന്ന് എന്തെഴുതിയാലും, തേനീച്ചക്കൂട് ഇളകിയ പോലെ സൈബർ അറ്റാക്ക് വന്നാലും ഞാൻ എന്റെ സ്റ്റേറ്റ്മെന്റിൽ ഉറച്ചു നിൽക്കും. ആദ്യം ഞാൻ രാഹുലിന് വേണ്ടിയിട്ട പോസ്റ്റിൽ എഴുതിയ വാചകം ഇപ്പോഴും എഴുതുന്നു. അന്നും ഇന്നും പറയുന്നു, തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടണം. അത് തെറ്റ് ചെയ്താൽ മാത്രം. ഒരു പുരുഷന് മാത്രമായി തെറ്റ് സംഭവിക്കില്ല. അതുകൊണ്ട് ഇതൊക്കെ കേട്ട് പേടിച്ചു മൂലയിൽ പോയി ഞാൻ ഒളിക്കുമെന്ന് ഒരു തീക്കുട്ടിയും കരുതണ്ട.